ഞാനിപ്പോ നിൽക്കുന്നത് ഖത്തർ എയർപോർട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഖത്തർ എയർപോർട്ടാണ്. ഈ ഖത്തർ എയർപോർട്ടിനകത്ത് അവരൊരു മിനി ഫോറസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർക്കിഡ് എന്നാണ് അതിന്റെ പേര്. ലോകത്തിലെ വളരെ വിരളമായ എയർപോർട്ടുകളിലാണ് അങ്ങനെയുള്ളത്. എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിൽ അങ്ങനെ ഒരു എയർപോർട്ട് ഉണ്ട്. അതിന് തന്നെ വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ആൾക്കാർ ആ സിംഗപ്പൂരിലെ ഫോറസ്റ്റ് കാണാൻ വരാറുണ്ട്. ഇവിടെ ഇതിന്റെ സൺലൈറ്റും മറ്റും കിട്ടാനും ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാനും ഇവിടുത്തെ ആൾക്കാർ സൺലൈറ്റ് അടക്കം കിട്ടാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ്. ഏകദേശം ഇതിന്റെ ഫോട്ടോ എടുക്കാനും ഇത് കാണാനും തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പല സ്ഥലങ്ങളിലും അതേപോലെ ചെടികളുണ്ട്, പല സ്ഥലങ്ങളിലും ഗ്രീനറി ഉണ്ട്. എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാം, ചുറ്റും ആ ഗ്രീനറിയുടെ ഒരു ഫീൽ നമുക്ക് കാണാം. ഏകദേശം 6000 സ്ക്വയർ മീറ്ററിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്, 6000 സ്ക്വയർ മീറ്റേഴ്സ്. അതോടൊപ്പം ഏകദേശം 300ഓളം പ്ലാന്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു 2000-ഓ അതിലധികം ചെടികളുണ്ട്. അങ്ങനെ 25000 ചെടികളുണ്ടെന്ന് ചിലത് എഴുതിയിരിക്കുന്നു. അങ്ങനെ വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഖത്തർ എന്ന രാജ്യം വലിയ അർത്ഥത്തിൽ ഒരു മരുഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നുമാണ്. അപ്പോൾ ഖത്തറിന്റെ ഐഡിയ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഫിഫയോടനുബന്ധിച്ചാണ് ഇത് റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ രീതിയിൽ ഇതിനുള്ളിൽ ഒരു മിനി ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ ഈ ഓർക്കിഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കൊണ്ടുവരുന്നതിന്റെ റീസൺ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന ആശയം മുമ്പോട്ട് വെക്കാൻ, ഗ്രീനറി എന്ന ആശയം മുമ്പോട്ട് വെക്കാൻ, ഈ രാജ്യത്ത് ഒരു ലഷ് ഗ്രീൻ ഫീൽ കിട്ടാൻ ഈ ഡെസേർട്ടിൽ. അങ്ങനെ ആ മരുഭൂമിയെ മനോഹരമാക്കി തീർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഖത്തർ എയർപോർട്ട് ഫിൻലാൻഡിലോട്ട് പോണ വഴിയാണ്. അപ്പം ഖത്തർ എയർപോർട്ടിൽ നിന്നപ്പോൾ അത്തരം കൗതുകമുള്ള കാഴ്ചകൾ, ഒരുപക്ഷെ സസ്റ്റൈനബിലിറ്റി നമ്മുടെ ലോകത്തിന്റെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. 17 എണ്ണം അങ്ങനെയുണ്ട്. ഗ്രീൻ ടെക് ഒക്കെ വളരെ പ്രധാനമാണ്. ഞങ്ങൾ ഫിൻലാൻഡിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾക്കും അവർക്കൊരു മിനി ഷാർക്ക് ടാങ്ക് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അതിലും അവർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗ്രീൻ ടെക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ലോകത്തെ എത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു എയർപോർട്ടിന്റെ കൗതുകം വളരെ രസകരമായി തോന്നി. ഒരു പക്ഷേ അത്തരം ഗ്രീനറി, അത്തരം കൂടുതൽ ഹരിതാഭമായ എൻവയോൺമെന്റ് കോൺഷ്യസ് ആയ ലോകത്തിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് ഖത്തറിലെ ഹമദ് എയർപോർട്ട് ഒരു വലിയ ഉദാഹരണമാണ്. ഇത്തരം നൂതനമായ മാതൃകകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ഡൽഹി എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടുത്തെ ഈ ഹാൻഡ് മുദ്രാസ് അല്ലെങ്കിൽ കൈകളുടെ വ്യത്യസ്ത മുദ്രകൾ, നമ്മുടെ ഹിന്ദു, യോഗ, അതേപോലെ ബൗദ്ധ പാരമ്പര്യത്തിൽ, ബുദ്ധന്മാരുടെ പാരമ്പര്യത്തിലൊക്കെ ഹാൻഡ് മുദ്രാസിന് വലിയ പ്രാധാന്യമുണ്ട്. അത് എടുത്തിടുകയുണ്ടായി. അപ്പൊ ഈ യാത്രകൾ വളരെ നല്ലതാണ്. യാത്രയുടെ കൂടെ അറിവ്, ലേണിംഗ് എന്ന് പറയുന്ന നോളജ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഖത്തർ എയർപോർട്ടിന്റെ ഈ ആസ്പെക്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. ആ ഒരു മിനി ഫോറസ്റ്റിന്റെ ആംഗിൾ തന്നെ വരുന്നതും വളരെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഖത്തറിന് വലിയ രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ കഴിഞ്ഞത് വളരെ മനോഹരമാണ്. ഒരുപാട് ആൾക്കാർ വന്ന്, അതായത് ചുറ്റും നിന്നതിന്റെ ഫോട്ടോ പോലും എടുക്കാറുണ്ട്. കാര്യം അതൊരു വലിയ ഐക്കോണിക് വ്യൂ ആണ്, നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട വ്യൂ ആണ്. അപ്പോൾ ഖത്തറിന്റെ ആ വളരെ ഇന്നോവേറ്റീവായ ഐഡിയയ്ക്ക് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഫിൻലാൻഡിലേക്കുള്ള യാത്രയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ ഹെൽസിങ്കിയിലോട്ടുള്ള ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക നിരീക്ഷണങ്ങളൊക്കെ അവിടെ എത്തിയിട്ടാകാം. ഗുഡ് ഡേ.